ആരോടും കൂടുതൽ അടുക്കരുത്. ആരോടും ഉള്ളു തുറന്ന് എല്ലാ കാര്യങ്ങളും പറയരുത്. അത് നമുക്ക് തന്നെ വിനയാവും. നമ്മൾ മനസ്സ് തുറന്ന് പറയുന്ന പല കാര്യങ്ങളും അവർ നമുക്ക് യാതൊരു പരിഗണനയും നൽകാതെ കേട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമായിരിക്കും. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ആദ്യം നാം തന്നെ ഉൾക്കൊള്ളുക. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തന്നെ ആ മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുക. അതിനോളം ആശ്വാസം മറ്റൊന്നുകൊണ്ടും നമുക്ക് ലഭിക്കില്ല. അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മൾ എപ്പോഴും പാഷനായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ഇടയ്ക്കിടയ്ക്ക് സ്വന്തത്തിൽ തന്നെ ഹാപ്പിനെസ് കൊണ്ടുവരിക. നമ്മെ സന്തോഷിപ്പിക്കാനുള്ളതൊക്കെയും നാം തന്നെ ചെയ്യണം. തനിയെ യാത്രകൾ പോവുക. ആശ്വാസം നൽകുന്ന ബുക്കുകൾ വായിക്കുക. കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുക. അവരോടുള്ള അടുപ്പം കുറക്കുക. ഒഴിവാക്കാനാകാത്ത ആളുകളാണെങ്കിൽ അവരോടുള്ള മിംഗ്ലിംഗ് പരമാവധി കുറക്കുക. നല്ല ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മനസ്സിനെ തണുപ്പിക്കുക. പെട്ടെന്നുള്ള കോപം നമ്മൾ കഴിവതും കുറക്കുക. അതുകൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല. കാരണം അതുകൊണ്ടുണ്ടാവുന്ന മുറിവുകളൊന്നും പെട്ടെന്ന് ഉണങ്ങുന്നതല്ല. ജീവിതം ഒന്നേയുള്ളൂ. അതിനെ നമ്മൾ മാക്സിമം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു തീർക്കുക. മറ്റുള്ളവരെ നാം നന്നാക്കാൻ നിൽക്കേണ്ടതില്ല. അവർക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവർ സ്വയം മാറിക്കോളും. ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അവർക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അവർ സ്വയം തന്നെ നന്നാവും. നമ്മൾ മാറ്റാനും നന്നാക്കാനും ശ്രമിച്ച് അവസാനം നമുക്കത് പാരയാവും. എപ്പോഴും ഉയരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക. അത് നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങളെ പിന്തുടരുക. എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും പലവട്ടം ചിന്തിക്കുക. അതുകൊണ്ട് ഒരുപാട് തിരുത്തലുകൾ സാധ്യമാവും. അനുഭവങ്ങളാണ് യഥാർത്ഥ നമ്മെ പുറത്തു കൊണ്ടുവരുന്നത്. പലരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുവരെ ശരിയെന്നു കണ്ടത് തിരുത്താൻ കാരണമാവുന്നത്.